Hello everyone. Now we are moving to the next chapter, chapter 11, mensuration. We have already learned about the plane closed figures. Plane closed figures നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, സർക്കിൾ ആൻഡ് പാരലലോഗ്രാം അല്ലേ, ഇതിൻ്റെയൊക്കെ ഏരിയ ആൻഡ് പെരിമീറ്ററും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. പെരിമീറ്റർ മീൻസ് ഡിസ്റ്റൻസ് അറൗണ്ട്, ദാറ്റ് ഈസ് the perimeter of a closed figure is the distance around its boundary. പെരിമീറ്റർ എന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് ഫിഗറിൻ്റെ ബൗണ്ടറി ആ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ചുറ്റുമുള്ള അളവിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുക. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ ചുറ്റുമുള്ളത്, ഈ ബൗണ്ടറി പാർട്ട്, ബൗണ്ടറിയുടെ ആ ലെങ്ത്തിനാണ് പെരിമീറ്റർ എന്ന് പറയുക. ആൻഡ് ഏരിയ മീൻസ് ഏരിയ ഓഫ് എ ക്ലോസ്ഡ് ഫിഗർ ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ദ റീജിയൻ കവേർഡ് ബൈ ഇറ്റ്. ഏരിയ എന്ന് പറഞ്ഞാൽ ആ റീജിയൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഭാഗം കവർ ചെയ്തിരിക്കുന്ന ആ ഭാഗം, അതിനെയാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബൗണ്ടറി കവർ ചെയ്തിരിക്കുന്ന ഉള്ളിൽ വരുന്ന ആ ഭാഗത്തിനാണ്, ആ ക്ലോസ്ഡ് ഫിഗറിൻ്റെ ഇൻസൈഡിൽ വരുന്ന ആ പാർട്ടിനെയാണ് അല്ലെങ്കിൽ ആ റീജിയനെയാണ് ഏരിയ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ട്രൈ ടു സോൾവ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദീസ് ഫിഗേഴ്സ്. ആൻഡ് അതേപോലെ വി വിൽ ഓൾസോ ലേൺ അബൌട്ട് ദ സർഫസ് ഏരിയ. ഈ ചാപ്റ്ററിൽ നമ്മൾ പിന്നെ പഠിക്കുന്നത് സർഫസ് ഏരിയ ആൻഡ് വോളിയം. ഓക്കെ, വോളിയം ഓഫ് സോളിഡ് ഫിഗേഴ്സ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏതൊക്കെയാണ് സോളിഡ് ഫിഗേഴ്സ്? ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ എക്സെട്ര. ഓക്കെ, മെയിൻ ഈ 3 സോളിഡ് ഫിഗേഴ്സിൻ്റെ സർഫസ് ഏരിയയും വോളിയം ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഏരിയ ആൻഡ് പെരിമീറ്റർ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഫിഗർ റെക്റ്റാങ്കിൾ, ദിസ് ഈസ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇഫ് L is the length and B is the breadth. L ലെങ്ത്തും B ബ്രെഡ്ത്തും ആണെങ്കിൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് L ഇൻറ്റു B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ആൻഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റുമുള്ളത് അല്ലേ, ദാറ്റ് ഈസ് 2 ഇൻറ്റു L പ്ലസ് B ആണ്. ഓക്കെ, ദെൻ ഈ സ്ക്വയറിൻ്റെ കേസിലാണെങ്കിൽ ഇഫ് ദിസ് ഇസ് എ സ്ക്വയർ ഓഫ് സൈഡ്സ്, നമുക്കറിയാം ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇഫ് ഇറ്റ് ഈസ് എ, ഇപ്പോൾ ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡ്സും എ ആണ് അല്ലേ, ദെൻ ഇറ്റ്സ് ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ഇൻറ്റു എ ആൻഡ് അതിൻ്റെ പെരിമീറ്റർ ഈസ് 4 ഇൻറ്റു എ. നെക്സ്റ്റ് എ ട്രയാങ്കിൾ ഹാവ് ബേസ് ബി, അതിൻ്റെ ബേസ് ബി ആണ്. ആൻഡ് ആ ഹൈറ്റ്, ആ ബേസിലേക്കുള്ള ഹൈറ്റ് എച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് half into B into H and the perimeter of the triangle is sum of 3 sides. ഈ 3 സൈഡ്സും സം ചെയ്താലുള്ളതാണ് അതിൻ്റെ പെരിമീറ്റർ. ഇൻ ദ കേസ് ഓഫ് എ പാരലലോഗ്രാം, ഇഫ് ബേസ് ബി, ഇതിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ബേസ് ബി ആയിട്ടും ആ സൈഡിലേക്കുള്ള ഹൈറ്റ് എച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഈസ് ബി ഇൻറ്റു എച്ച് and its perimeter is 2 into sum of 2 adjacent sides. Okay, adjacent means അടുത്തടുത്ത് എടുക്കുന്ന 2 സൈഡ്സ്. അതായത് ഇപ്പോൾ ഈ സൈഡും അഡ്ജസൻ്റ് ആണ്, അതേപോലെ ഈ സൈഡും അഡ്ജസൻ്റ് ആണ്, പിന്നെ ഈ സൈഡും അഡ്ജസൻ്റ് ആണ്, ഇതും അഡ്ജസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ the area of the parallelogram is B into H and perimeter of the parallelogram is 2 into sum of 2 adjacent sides. Next, സർക്കിളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ if R is its radius then its area will be pi r square and pi is 3.14. and the perimeter, സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതാണല്ലേ. ഈ സർക്കിളിൻ്റെ പെരിമീറ്ററിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സർക്കംഫറൻസ് എന്നാണ് പറയുക. സർക്കിളിനെ പെരിമീറ്റർ എന്നല്ല പറയുക, സർക്കംഫറൻസ് എന്നാണ് പറയുക. സോ ദ സർക്കംഫറൻസ് ഈസ് 2 pi r.
ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണാനുള്ള ഫോർമുലാസ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇതൊന്ന് എല്ലാവരും ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ഔട്ട് ചെയ്യുക. ഓക്കെ, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക എല്ലാതും. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പെരിമീറ്റർ, സ്ക്വയറിൻ്റെ ഏരിയ പെരിമീറ്റർ, അതേപോലെ ട്രയാങ്കിൾ, പാരലലോഗ്രാം ആൻഡ് സർക്കിൾ. Now let's do the exercise problems. See the exercise 11.1. First question. A square and a rectangular field with measurements as given in the figure have the same perimeter. Which field has a larger area? Okay, it is given that two field, a square field and a rectangle field. Okay, question il പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ രണ്ടിൻ്റെയും സെയിം പെരിമീറ്റർ ആണ്. ഇതിന് രണ്ടിനും, ഈ സ്ക്വയറിനും ഈ റെക്റ്റാങ്കിളിൻ്റെയും സെയിം പെരിമീറ്റർ ആണ്. ആൻഡ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് ആൻഡ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. വിച്ച് ഫീൽഡ് ഹാസ് എ ലാർജർ ഏരിയ? ഏതിലാണ് ലാർജർ ഏരിയ, കൂടുതൽ ഏരിയ ഏതിനാണെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് ഏതാണ് കൂടുതലാണെന്ന് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈസിയാണ്. വൺ സൈഡ് ഇസ് ഗിവൺ. പക്ഷെ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്ക് ബ്രെഡ്ത്തും കൂടെ അറിയണം അല്ലേ. ലെങ്ത്ത് മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ തന്നെ യൂസ് ചെയ്യാം. എന്താണ്, ഇതിൻ്റെ പെരിമീറ്റർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് സ്ക്വയറും ഇത് റെക്റ്റാങ്കിളും. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് 60 meter. Okay, and length of the rectangle is 80 meter. ഇതാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് അല്ലേ. നമുക്കിനി ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ്, ലെറ്റ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് എക്സ്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാണ്. Breadth of the rectangle is x. അപ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടിൻ്റെയും പെരിമീറ്റർ ഈക്വൽ ആണെന്ന്. സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് rectangle. Okay, അപ്പോൾ we know that the perimeter of the square formula എന്താണ്, 4 into side ആണ്. Perimeter of the square is 4 into side, which is equal to perimeter of rectangle, and the perimeter of rectangle formula is 2 into length plus breadth. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 4 into സൈഡ്, സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 60 ആണ്. സോ 4 into 60 is equal to 2 into length is 80 പ്ലസ് ബ്രെഡ്ത്ത് നമുക്കറിയില്ല, നമ്മൾ എക്സ് എന്നാണ് അസ്യൂം ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് എക്സ് കൊടുക്കാം. ഓക്കെ, ആൻഡ് 4 into 60 is 240, which is equal to 20 into 80 plus x. സോറി, 2 into 80 plus x. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ 2നെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്യണം അല്ലേ. സോ 240 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 80 പ്ലസ് എക്സ്. Okay, 240 divided by 2 is 120 is equal to 80 plus x. ഇനി നമുക്ക് x കണ്ടുപിടിക്കണം. From this this can be written as 80 plus x is equal to 120. അല്ല, ഇതിനിങ്ങോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. From this we can write x is equal to 120 minus 80. Okay, 80 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് ആവും. So x is equal to 120 minus 80 is 40. That is, നമ്മൾ x എടുത്തത് എന്താണ്, breadth of the rectangle. So breadth of the rectangle is 40 meter. So നമ്മൾ breadth കണ്ടു. നമുക്ക് കാണാനുള്ളത് ഏതിനാണ് ലാർജർ ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഏരിയ നമുക്ക് കണ്ടു നോക്കാം. ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഫോർമുല is side into side ആണ് ഏരിയ ഓഫ് സ്ക്വയർ.
അപ്പോൾ ഇവിടുത്തെ ഒരു സൈഡ് 60 ആണ്. സോ 60 × 60 വിച്ച് ഇസ് ഈക്വൽ ടു 3600 meter square. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ ഈസ് 3600 meter square. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഹിയർ ദ ലെങ്ത് ഇസ് 80 ആൻഡ് ബ്രെഡ്ത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 40. 80 × 40 ഈസ് 3200 meter square. Okay, so area of the square is 3600 meter square. Area of the rectangle is 3200 meter square. Which one is larger? Square and area anale. So we can write therefore area of the square field has larger area. Okay, so this is the answer for the first question. Question number 2. Mr. Kaushik has a square plot with the measurement as shown in the figure. Mrs. Kaushikinte ഒരു സ്ക്വയർ പ്ലോട്ട് ആണിത്, കണ്ടോ? ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് അവർക്കുണ്ട്. ഷീ വാണ്ട്സ് ടു കൺസ്ട്രക്ട് എ ഹൗസ് ഇൻ ദ മിഡിൽ ഓഫ് ദ പ്ലോട്ട്. ആ പ്ലോട്ടിൻ്റെ മിഡിലായിട്ട് ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു. എ ഗാർഡൻ ഈസ് ഡെവലപ്ഡ് അറൗണ്ട് ദ ഹൗസ്. അപ്പോൾ ഹൗസിൻ്റെ ചുറ്റുമായിട്ട് ഒരു ഗാർഡൻ ഉണ്ടാക്കാനും തീരുമാനിച്ചു. ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ ഗാർഡൻ അറൗണ്ട് ദ ഹൗസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹55 per meter square. അപ്പോൾ അങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ 1 മീറ്ററിന് ₹55 ആണെങ്കിൽ ആ മൊത്തം ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ വേണ്ടി വരും, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, that is we have to find the area of the garden. ആ ഗാർഡൻ്റെ ഏരിയ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് ₹55 ആണെങ്കിൽ ആ മൊത്തം ഏരിയ കവർ ചെയ്യാൻ എത്ര റുപ്പീസ് വേണമെന്ന് കാണാൻ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഗാർഡൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇതൊരു സ്ക്വയർ പ്ലോട്ടാണ് വിത്ത് സൈഡ് 25 മീറ്റർ അല്ലേ. അപ്പോൾ ഈ സ്ക്വയർ പ്ലോട്ടിൽ നിന്ന് ഈ ഹൗസിനെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്വയർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ മൊത്തം ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലോട്ടിൽ നിന്ന് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഹൗസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അവിടെ അവർ വെച്ചിരിക്കുന്നത് അല്ലേ. അതായത് 15 മീറ്റർ ബ്രെഡ്ത്തും 20 മീറ്റർ ലെങ്ത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ പോർഷനാണ് അവിടുന്ന് പോവുക. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള ബാക്കിയുള്ള ഏരിയ നമുക്ക് കിട്ടും അല്ലേ. അതായത് ഈ ഗാർഡൻ്റെ ഏരിയ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. സോ ഏരിയ ഓഫ് ദ ഗാർഡൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് rectangle, and we know that area of the square is side into side minus area of rectangle is length into breadth. Here ആ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25 × 25 മൈനസ് ലെങ്ത്ത് ഈസ് 20. ഉള്ളിൽ വരുന്ന റെക്റ്റാങ്കിളുടെ ലെങ്ത്ത് 20യും ബ്രെഡ്ത്ത് 15 ആണ്. Which is equal to 25 × 25 is 625 minus 20 × 15 is 300, which is equal to 625 minus 300 is 325 meter square. So our garden area of the garden is 325 meter square. പിന്നെ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ആണ് കാണാനുള്ളത് അല്ലേ. 1 മീറ്റർ സ്ക്വയറിന് ₹55 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 325 മീറ്റർ സ്ക്വയറിനെ കാണാൻ ഇതിനെ 55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദെർഫോർ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ ഗാർഡൻ ഈസ് 325 × 55, which will be is 17875 rupees. Okay, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാണ് ആൻസർ വരിക. സോ ദിസ് ഈസ് ദ
ആൻസർ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3യും 4 നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ 3യിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അത് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ഗാർഡൻ ആണ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് ഗാർഡൻ, ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്നതാണ് ഗാർഡൻ. അതിൻ്റെ ഏരിയയും പെരിമീറ്ററും ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. 4th ക്വസ്റ്റ്യനും ഈസിയാണ്. അപ്പോൾ 3rd ഉം 4th ഉം ഹോംവർക്കായിട്ട് ചെയ്യുക. അടുത്ത പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.